കൊറേ പേർക്ക് കൊറേ എന്തൊക്കെയോ തുണിപൊക്കി കാണിക്കണു അല്ലാതെ കാണിക്കണോന്നൊക്കെ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. പിന്നെ എന്റെ ഉമ്മാനെ പെരണ്ടല്ലി പറഞ്ഞു ഉമ്മാനെ പോലെ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ബാക്ക് വിത്ത് അനദർ ഹേറ്റിംഗ് കണ്ടന്റ്. എനിക്കറിയാം എൻ്റെ വീഡിയോ ചെയ്ത ആൾക്കാർ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നതാണ്, എൻ്റെ പൊന്നു ചേച്ചി ഈ കണ്ടന്റ് ഒന്ന് ഒഴിവാക്കുക, ഒന്ന് മാറ്റി പിടിക്കുമെന്ന്. ഒഴിവാക്കണം, മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ട് തരുമ്പം എങ്ങനെയാണ് സംസാരിക്കാണ്ട് നിൽക്കുക? ഓക്കെ, ഇപ്പോൾ ഷാജി എന്ന യൂട്യൂബറിനെ ഞാൻ പറയാണ്ട് തന്നെ എനിക്കറിയാം, റിയാക്ഷൻ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ആൾ മിനിറ്റിന് സെക്കൻഡിന് ആളുടെ പേജിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. യൂട്യൂബേഴ്സിനെ പറയുന്നു, അവരെ പറയുന്നു, ഇവരെ പറയുന്നു, ചീത്ത പറയുന്നു, ഉമ്മാനെ പറയുന്നു, കസിനെ പറയുന്നു, കുടുംബത്തിനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വേണ്ട സംസാരിക്കേണ്ട എന്ന് കരുതി പല വിഷയങ്ങളും മാറ്റിവെച്ച് ഇങ്ങനെ ഒഴിവാക്കി കുറച്ച് ദിവസം ഐ തോട്ട് ഞാൻ ഷാജി എന്ന് പറയുന്ന ആളിൽ നിന്ന് വലിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പതാ ബാക്ക് എഗെയിൻ വിത്ത് ഷാജി വീഡിയോ. കാരണം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഡെഫിനറ്റ്ലി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഈ വീഡിയോ. അപ്പം അധികം പ്രസംഗിക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൊറേ പേർക്ക് കൊറേ എന്തൊക്കെയോ തുണിപൊക്കി കാണിക്കണു അല്ലാതെ കാണിക്കണോന്നൊക്കെ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. പിന്നെ അതെ, നിങ്ങളുടെ ഇഷ്ടമാണ് സ്വന്തം ഉമ്മാന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇറക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ ചെയ്യുന്ന പ്രവൃത്തിനെ കുറിച്ച് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞമ്മക്ക് പറയാനും പറ്റൂലേ? എന്തെത്തി ചോദ്യല്ലേ. പിന്നെ എന്റെ ഉമ്മാനെ പെരണ്ടല്ലി പറഞ്ഞു ഉമ്മാനെ പോലെ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒരിക്കലും ഈ ഉമ്മാനെ ഫേവർ ചെയ്ത് പറഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഉമ്മാൻ്റെ ഭാഗത്താണോ ശരി, ഷാജിൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഈ യൂട്യൂബിലിടുന്ന കണ്ടന്റും വീഡിയോ എടുക്കുന്ന രീതിയും പറയുന്ന കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുപോലെ എല്ലാവർക്കും തോന്നും. അല്ലാണ്ട് ഇത്രയും ഹെയ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും വരില്ലല്ലോ. ഇപ്പം ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു, എൻ്റെ ഇന്നവരിങ്ങനെ ചെയ്തു, എൻ്റെ ഇന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് റീസൺ ഉണ്ടാവില്ലേ? ഈ ഉമ്മാക്ക് ആകെ ഷാജി എന്ന് പറയുന്ന മോള് മാത്രമല്ല, വേറെയും മക്കളില്ലേ? ആ മക്കളെ ചെയ്തോ? ആ പേരക്കുട്ടികളെ ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വൈ ഷാജി? അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു പെരുമാറ്റം ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഉമ്മ ഇങ്ങനെ ചെയ്തത്. അല്ല, നിങ്ങളോട് മാനസികമായിട്ട് ഭയങ്കര വെറുപ്പുള്ള ഒരു ഉമ്മയാണെങ്കിൽ ഇത്രയും കാലം ചെയ്യണ്ടേ? ഇത്രയും കാലം അല്ലാണ്ട് ഈ ലാസ്റ്റ് പോയിന്റിൽ എങ്ങനെ ഉമ്മ ഇങ്ങനെ ചെയ്യുക? ഇപ്പം വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉമ്മാനെ കുറ്റം പറയുന്നു, കുടുംബക്കാരെ കുറ്റം പറയുന്നു, നാട്ടുകാരെ കുറ്റം പറയുന്നു, എല്ലാവരെയും കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ ഒന്ന് നോക്ക്. വെദർ ഐ ആം പെർഫെക്റ്റ്. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല, അതായിട്ട് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ആരോ ഈ വഴിക്ക് വരെ വക്കാലത്തുകൊണ്ട് വരെ ചെയ്യണ്ട. എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജീവന് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. കാരണം ആ രീതിയിലുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഉമ്മാൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, തെറി വിളിക്കുന്നു. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് നിങ്ങളുടെ പേജിൽ കാണിച്ചു കൂട്ടുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ സത്യം. അത്ര വക്കാലത്ത് അത്രയ്ക്ക് പൊള്ളിയിട്ട് നിൽക്കണവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടുപോയി നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ അത്താനെ ആട്ടിവിട്ട് പ്രാന്തനെ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പൊള്ളണവർക്ക് നമ്മളുടെ വീട്ടിൽ ഈ വേണ്ടാണ്ട് വെക്കുന്ന സാധനങ്ങൾ അല്ലെ ഒഴിവാക്കണം എന്നുള്ള സാധനങ്ങൾ നമ്മൾ പറയില്ല, എനിക്ക് എന്തായാലും വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നത് പോലെയാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. എൻ്റെ അച്ഛന് പ്രാന്തായിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്, അയാൾ എനിക്ക് വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉമ്മ ഉണ്ട്, ഉമ്മാനെ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണം എടുത്തുകൊണ്ട് പോയിക്കോ. ഇതെന്തെന്നാ ഇത്? നിങ്ങൾ ഈ ലോകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ഈ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇന്നിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ, ഇന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മ കാരണം 9 മാസം നിങ്ങൾ അത്രത്തോളം നോക്കിയാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടും നിങ്ങൾക്കൊന്ന് നടക്കുന്ന വരെ, അല്ലൊരു വിദ്യാഭ്യാസം തരുന്നത് വരെ ആ ഉമ്മ തന്നെയാണ് നോക്കിയത്.
നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിലല്ലേ, അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡിന് ഇങ്ങനെ രോഗമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ തന്നെയാണ് എൻ്റെ മോളെയൊക്കെ നോക്കിയിട്ടുള്ളത് എന്ന് അവരവരുടെ വീഡിയോയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പാടിനിടയിൽ നിങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെന്ത് എളുപ്പത്തിലാണ് പറയുന്നത് ആർക്കും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, അതിന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. ഒന്നുമില്ലെങ്കിലും സ്വന്തം ഉമ്മയല്ലേ, ഞങ്ങൾക്ക് പൊള്ളും. കാരണം ഞങ്ങൾക്കും ഇതുപോലെ അമ്മയും അച്ഛനൊക്കെ ഉള്ളതാണ്. നമ്മളൊന്നും ഒരിക്കലും നമ്മളുടെ അമ്മേനെയും അച്ഛനെയും ഇങ്ങനെ പുറത്താക്കണം എന്ന് ആഗ്രഹിക്കില്ല. അമ്മേനോടും അച്ഛനോടൊക്കെ ആത്മാർത്ഥ സ്നേഹമുള്ള ആർക്കാണെങ്കിലും പൊള്ളും താത്ത. പറയാനുള്ളതെന്ന് വെച്ചാല് അടിച്ചിറക്കി വിട്ട് ആരിറക്കി വിടിച്ചു? തള്ളന്റെ വീട് തള്ളക്ക് എപ്പോഴാണെങ്കിൽ വരാ പോവാ. ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ നിന്നത്. ഇവന്റെ ഒക്കെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ് അനിയത്തിനോട്. എന്ത് മുഖത്ത് നോക്കണ്ടേന്ന്? ഈ തള്ളേ 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 എന്നുള്ള വിളി കേട്ടാൽ തന്നെ ആർക്കെങ്കിലും അവിടെ നിൽക്കാൻ പറ്റുമോ? സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഷാജിദ ഷാജി എന്ന് പറയുന്ന ആൾക്ക് സ്വന്തം ഉമ്മാനോട് ഒരു തുള്ളി സ്നേഹവുമില്ല. ഉമ്മാനോട് വെറും വെറുപ്പാണുള്ളത്. ഉമ്മാൻ്റെ കുറ്റം പറഞ്ഞിട്ടും ഉമ്മാനെ മോശമായി പറഞ്ഞിട്ടും ഉമ്മാൻ്റെ പല വീഡിയോകൾ യൂട്യൂബിൽ ആക്കിയിട്ടും ഉമ്മാൻ്റെ പല ചരിത്രങ്ങളും പറഞ്ഞ് ഉമ്മാനെയും കുടുംബത്തിനെയും അമ്മാതിരി രീതിയിൽ നാണം കെടുത്തിക്കൊണ്ട് നിൽക്കുക. ആ ഉമ്മ എങ്ങനെയാണ് അവിടെ വന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുക? എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിലുള്ള സ്ഥലമാണ് ആ വീട് എന്നുള്ളത്. നിങ്ങളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിലുള്ള സ്ഥലമാണെങ്കിലും ആ വീടിൻ്റെ അവകാശി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉമ്മയാണ്. അത് കഴിഞ്ഞിട്ടേ മോൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ഉമ്മ കഴിഞ്ഞിട്ടേ മോൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ആ ഉമ്മാനെ ഇറക്കി വിട്ടിട്ടാണ് നിങ്ങൾ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഉമ്മാനോട് പറയാനുള്ളത്, നിങ്ങൾ ലീഗലി കേസ് പോകണം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം വീട്ടിൽ നിർത്തി പല തരത്തിലുള്ള പീഡനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അല്ലാണ്ട് എന്തിനാണ് ഈ വയസ്സായി ഈ വാർദ്ധക്യ നിലയിൽ നിൽക്കുന്ന ഉമ്മ ഈ റോട്ടിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യം? എന്തിനും ഉമ്മാൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യം? മറ്റൊന്നും ആവശ്യമില്ല. പക്ഷെ അത്രയും അവർ കേസിന് പോകാത്തതോ അല്ലെ അവർ ഒന്നും ചെയ്യാത്തതോ അവരൊന്നും പറയാത്തത് സ്വന്തം മോള് എന്ന് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. എത്രയൊക്കെ ചെയ്യുകയാണെങ്കിലും എൻ്റെ മോളാണ് എൻ്റെ ഓപ്പോസിറ്റിലുള്ളത്, ഞാൻ അവൾക്ക് നേരെ എങ്ങനെയാണ് പറയുക എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ടാണ്. ആ സ്നേഹം പോലും ഷാജിദ ഷാജിക്ക് സ്വന്തം ഉമ്മാനോട് കാണിക്കാൻ തോന്നില്ലേലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ. അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാരും എന്റെ പൈസയും വാങ്ങിയിട്ട് പിന്നെ പൊള്ളുന്ന അവളുമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക. എനിക്ക് ആവശ്യമില്ല. ഞാൻ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ആ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ്. അതിന് എനിക്ക് ആവശ്യമില്ല. എന്റെ അനിയത്തിമാരും എനിക്ക് ആവശ്യമില്ല. എന്റെ ഉമ്മാനെ ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് 10-15 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ്. തിന്നാനും ഞങ്ങളുടെ കാശ് വാങ്ങി എന്റെ ഇക്കാന്റെ കാശ് വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. എനിക്ക് ഈ വീഡിയോയിൽ ഇത്ര ഭാഗമേ പ്ലേ ചെയ്യണമെന്നുള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് പ്ലേ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ മേ ബി ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി ഈ ഒരു ടോപ്പിക്കിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേ ബി ഞാൻ ഷാജിദ ഷാജീൻ്റെ ഒരു ലെവലായിപ്പോവും. സ്വന്തം ഉമ്മാനെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം ഉമ്മാനെ, പെറ്റ ഉമ്മാനെ കുറിച്ചിട്ടാണ് ഒരു ആൾ പറയുന്ന ലേഡി. പൈസയാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. പൈസ ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ഞാനെന്തോ വലിയ ആളോ, അതെനിക്ക് തോന്നുന്നത്. 2 കൊല്ലം ഞാൻ നിങ്ങൾ 2 കൊല്ലമാണ് നോക്കിയതെങ്കിൽ 9 മാസം ഉമ്മ നോക്കിയതിൻ്റെതാണ് നിങ്ങൾ ഈ പുറത്ത് നിൽക്കുന്നത്. ഇപ്പം ഇത്രയും കൊല്ലം ഓക്കെ നിങ്ങൾ ഹസ്ബൻഡാണ് നോക്കിയത്. ഹസ്ബൻഡ് നോക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് വരെ, നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്നത് വരെ നിങ്ങൾ ആരാ നോക്കിയത്? നിങ്ങളെ നോക്കിയത്? ഈ ഉമ്മയല്ലേ. അതിന് ശേഷമല്ലേ നിങ്ങൾ ഹസ്ബൻഡും ഞാനും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉമ്മ തിന്നു എന്നൊക്കെ പറയുന്നത്. പൈസ കണക്ക് പറയുന്നതിലും വലിയ എച്ചിത്തരം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അത് സ്വന്തം ഉമ്മാക്ക് വാങ്ങിക്കൊടുത്ത് ചെയ്തു കൊടുത്ത് തിന്ന കണക്കാണ് പറയുന്നത്. ഞാൻ സത്യസന്ധമായി പറയുക ഷാജിദ ഷാജി, എനിക്ക് നിങ്ങളോട് ഒരു ഹെയ്റ്റും ഇല്ല. നിങ്ങളുടെ ചാനലാണ്, അടിപൊളി കണ്ടന്റ് ഇട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവട്ടെ. പക്ഷേ ഇതൊന്നും നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഒരു നല്ല ഡയലോഗായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. നന്ദി കെട്ട ഡയലോഗായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ചിലപ്പോൾ കരുതും ഉമ്മാനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാനോട് എല്ലാവർക്കും വെറുപ്പ് തോന്നും, എന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. നോ ഷാജിദ, സ്വന്തം ഉമ്മാനെ പറ്റി ഇങ്ങനൊരു ഡയലോഗിന് ഉമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇത് ശരിയാണ്? സത്യസന്ധമായി പറയാം, നിങ്ങൾ ആത്മാർത്ഥമായി പറയാം, ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് 2ൻ്റെ പുറത്താണ്. ഒന്ന് ഫെയിമും ഒന്ന് മണിയും. ഞാനെന്തോ 3 ലക്ഷം 4 ലക്ഷം സബ്സ്ക്രൈബറുള്ള എന്തോ ഒരു സെറ്റപ്പ് സാധനം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഒറ്റ ദിവസം മതി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ. അറിയോ? ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ മതി ഒരു 2 ദിവസം മതി ഈ വീഡിയോ കാണാണ്ടിരിക്കാൻ.
നിങ്ങൾ ഒരു വ്യൂവർ നിങ്ങളുടെ ഒരു വീഡിയോ 2 ദിവസം കണ്ടില്ലെങ്കിൽ 3-ാമത്തെ ദിവസം ആ വീഡിയോ അവരുടെ യൂട്യൂബ് സ്ക്രീനിലോട്ട് പോലും പോവില്ല. പിന്നെ എവിടെയാ എന്താ പിന്നെ മണി? ഇന്ന് ഒന്നുമല്ല. ഇപ്പം നിങ്ങൾക്കൊന്ന് വയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ പറയും പൈസ കൊടുത്തിട്ട് ഹോം നേഴ്സിനെ നിർത്താലോ എന്നൊക്കെ പറയും. കാരണം പൈസയുടെ പവറുള്ള ആൾക്കാരല്ലേ. പക്ഷേ സ്വന്തം അമ്മ നോക്കുന്നവരൊന്നും ഹോം നേഴ്സ് ആവില്ല. ഇങ്ങനത്തെ കുറേ ഇമോഷൻസ് ഉണ്ട്. ഈ പണം കൂടിക്കഴിയുമ്പോഴും ഫെയിം കൂടിക്കഴിയുമ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും കാണില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് ഷാജിദ ഷാജി. ഇപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ ഭാഗത്ത് 100% ചിലപ്പോൾ ശരിയുണ്ടാവും. നിങ്ങൾ പറയുന്നതിൽ 100% നിങ്ങളുടെ ഉമ്മാൻ്റെ ഭാഗത്ത് തെറ്റ്. പക്ഷെ ഒരിക്കലും യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം ഉമ്മാനെ പറ്റി പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല നിങ്ങൾ ഈ പറയുന്നത്. ആൻഡ് ആസ് എ മദർ എന്ന നിലയിൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും ഒരു ഗുഡ് മെസ്സേജ് അല്ല. ആ കുട്ടികളുടെ ഒരു ചെറിയ പ്രായത്തിൽ സൈക്കോളജിക്കലി അവരുടെ മൈൻഡിലോട്ട് പലതരത്തിലുള്ള നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ കാരണം കയറിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ വളർച്ചയെ ബാധിക്കും, അവരുടെ സ്വഭാവത്തെ ബാധിക്കും, അവരുടെ പെരുമാറ്റത്തെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ എന്ന് ആലോചിച്ചിട്ട് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.